ഏവർക്കും നമസ്കാരം. നമ്മളിന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത്. അതെന്താന്ന് ചോദിച്ചാൽ നമ്മളൊരു കറിയാണ് വെക്കാൻ പോകുന്നത്. ഒരു നാടൻ കറിയാണ് വെക്കുന്നത്. പണ്ടൊക്കെ എല്ലാ വീടുകളിലും ഒക്കെ മിക്കവാറും ഒക്കെ വെക്കുന്ന ഒരു സമയം, ഈ സമയത്താണ് അത് കൂടുതൽ വെക്കുന്നത്. ഭയങ്കര രുചിയുള്ള ഒരു കറിയാണ്. അതെന്താന്ന് നമുക്കൊന്ന് നോക്കാം. പക്ഷെ വളരെ എളുപ്പമാണ്, സിമ്പിൾ ആണ്, എളുപ്പമാണ്, നാടൻ കറിയാണ് അല്ലെ. അപ്പൊ അതിന്റെ ചേരുവകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ വേണം നമുക്ക് കാണാം. ഒത്തിരി സാധനങ്ങളൊന്നും വേണ്ട, സമയം കുറച്ച് മതി അല്ലെ. ഒരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കി തീരായി കറി അല്ലേ. അപ്പൊ ഇതാണ് നമ്മുടെ കറിയുടെ സാധനങ്ങൾ. കുറച്ച് സാധനങ്ങളേ ഉള്ളൂ കേട്ടോ, ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല. കുറച്ച് ചെമ്മീനുണ്ട്. ചെമ്മീന്റെ വാലും തലയൊക്കെ കളഞ്ഞ് ഞാൻ കഴുകി വെള്ളം തോർത്തി വെച്ചേക്കാണ്. ഇത് പതുക്കെ ചീനിച്ചട്ടിലൊന്ന് ചൂടാക്കണം. ചൂടാക്കിയിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കണം. പിന്നെ ഇത് ഇത്രയും തേങ്ങയും ഉണ്ട്. പിന്നെ 2 മാങ്ങയുണ്ട്. തേങ്ങ എന്ന് പറഞ്ഞാൽ അരമുറി തേങ്ങ അല്ലെ. ഒരു തേങ്ങയുടെ പകുതി തേങ്ങ, ഒരു മുറി തേങ്ങ, ഒരു മുറി അല്ലെ. ഒരു മുറി തേങ്ങ, 2 മാങ്ങ, 2 മാങ്ങയാണ്. അത് മൂവാണ്ടൻ മാങ്ങ നമ്മൾ വാങ്ങിച്ചതാണ്. പിന്നെ ഒരു 3-4 പച്ചമുളകും ഉണ്ട്. അപ്പൊ ഇത്രയും സാധനങ്ങളേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ നമ്മുടെ കറിയുടെ. നിസ്സാര സാധനങ്ങളേ ഉള്ളൂ നമ്മുടെ കറിക്ക് വെക്കാനാണ്. പക്ഷെ നിസ്സാരമാണെങ്കിലും ഭയങ്കര രുചിയുള്ള നല്ല ടേസ്റ്റ് അല്ലേ. അപ്പൊ നമുക്ക് ഈ ചെമ്മീൻ ഒന്ന് ആദ്യമായിട്ടൊന്ന് വറക്കാം. ചെമ്മീൻ വറക്കണം. പിന്നെ മാങ്ങ ചെത്തി അരിയണം അല്ലെ. നമ്മളൊരു ചീനിച്ചട്ടി വെച്ചിട്ടാണ് നമ്മൾ ചെമ്മീൻ വറക്കാൻ പോകുന്നത്. പതുക്കെ ഒന്ന് വറക്കണം, ഒത്തിരി മൂക്കണ്ട. ചെമ്മീൻ വാങ്ങിക്കുമ്പോ നിങ്ങൾക്ക് ഒന്ന് കഴുകിയിട്ട് ഉണങ്ങി, നല്ല വെയിലുള്ള സമയം, ഉണങ്ങാൻ നല്ല സമയമാണ് ഇപ്പോഴ്. അപ്പൊ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചെമ്മീനാണെങ്കിലും ജസ്റ്റ് ഒന്ന് കഴുകി ഉണങ്ങണതായിരിക്കും എപ്പോഴും. പിന്നെ എപ്പോഴും നമ്മൾ ഉണങ്ങണം. കാരണം അവിടെ ഇവിടെയൊക്കെ ഇട്ട് ഉണങ്ങണതും പൊടിയും ഒക്കെ പറ്റിയിട്ടുണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഉണങ്ങാം. ഇപ്പൊ മതി, ഇത്രയും ചൂടായി നല്ല മണം വന്നു. ആ മണം വരുമ്പോഴേ നമ്മൾ ഓഫ് ചെയ്യണം അല്ലേ അമ്മേ. ഇനി എന്താ ചെയ്യാൻ പോണേ? കല്ലേ വെച്ച് പതുക്കെ ഒന്ന് ചതച്ചോണ്ട് വരാം. ഓക്കെ, നമ്മൾ കല്ലയിലോട്ട് നിന്ന് കുടഞ്ഞിട്ട് പതുക്കെ ചതച്ചാൽ മതി. അല്ലെങ്കിൽ ഇതിങ്ങനെ കിടക്കാം. അപ്പൊ രുചി വരാനൊക്കെ ഉണ്ട് ചതയ്ക്കുന്നത്. ആ ചൂടോട് കൂടി തന്നെയാണ് നമ്മൾ ചതയ്ക്കുന്നത് അല്ലേ. ഇത് നിങ്ങൾക്ക് അരകല്ലില്ലെങ്കിൽ ജസ്റ്റ് ഇടിച്ചാലും മതി. പക്ഷെ മിക്സിക്കകത്തിട്ട് പൊടിക്കാൻ പോകില്ല, തീരെ പൊടിഞ്ഞു പോകും. ഇത് കണ്ട ഈ ഒരു പരുവത്തിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്ത് ഇത് മൊത്തം കാണിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പരുവ് ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ്. മതി കണ്ടപ്പോ ചെമ്മീൻ ഫുള്ളായിട്ട് ഉണ്ടും താനും ചതയുകയും ചെയ്തു. ചെമ്മീൻ ഫുള്ളായിട്ട് ഉണ്ടും താനും എന്നാൽ ചെമ്മീൻ ചതയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളിത് കൂട്ടാൻ വെക്കുന്ന വട്ടക്കല്ലിലൂടെ ഇടുവാണ് ഈ ചെമ്മീന്. ചതച്ച ചെമ്മീൻ ഇട്ടു. അപ്പൊ എന്നിട്ട് ഇതിനകത്ത് നമ്മള് സ്വല്പം മഞ്ഞപ്പൊടി ഇടണം. സ്വല്പം മഞ്ഞപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ അല്ലെ. കുറച്ച് കറിയല്ലേ ഉള്ളു, അപ്പൊ അതനുസരിച്ച് ഇട്ടാ മതി. അല്ല സ്പൂണിന്റെ കണക്കൊന്നും അല്ല, സാധനത്തിന് കഷ്ണത്തിന്റെ അനുസരിച്ച് നമുക്ക് ലേശം മഞ്ഞപ്പൊടി ഇട്ടു. 1 സ്പൂൺ മുളക് പൊടി, അതും ഇപ്പൊ തന്നെ ഇടുക നമ്മൾ അല്ലെ. ഓക്കെ, അത് പിരിയൻ മുളകല്ല, നോർമൽ മുളകാണ്. അതായത് നമ്മുടെ സാധാരണ മുളകാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. അപ്പൊ ഇത് രണ്ടും കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബാക്കി പരിപാടി. ഇനി എന്താ വേണ്ടുന്നത്? മല്ലിപ്പൊടി ഏകദേശം 1 സ്പൂൺ. അത്രയും തന്നെ മുളക് പൊടി, അത്രയും തന്നെ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പൊ അത്രയും ഇടുക. അപ്പൊ മഞ്ഞപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു, മല്ലിപ്പൊടി ഇട്ടു. ഇനി എന്നാ വേണ്ടത്? ഉപ്പ്, ഒരു ചെറിയ സ്പൂൺ ഉപ്പും ഇടുവാണ് നമ്മള്. ഉപ്പ് കുറച്ചിട്ടാ മതി, പിന്നീട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നീട് നമുക്ക് ചേർക്കാം. അപ്പൊ ഉപ്പ് കൂടിപ്പോയി, നമ്മള് കഷ്ണവും കുറച്ചല്ല ഉള്ളു, അപ്പൊ കുറച്ച് ഉപ്പ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുവാണ്. ചെമ്മീനൊന്ന് വേവണം. അപ്പൊ ഇതിനകത്ത് കരിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ടേക്കാം. അപ്പൊ കരിവേപ്പില കിടന്ന് വേവുമ്പോഴ് ഞാൻ കരിവേപ്പിലയൊക്കെ നേരത്തെ എടുത്തോണ്ട് വന്നെല്ലാം കഴുകി ഞാൻ വരുന്ന സമയത്ത് എല്ലാം റെഡിയാക്കി വെച്ച് ഇത്രയും കരിവേപ്പിലയും കൂടെ നമ്മൾ ഇടുവാണ്. ഈ കറി പെട്ടെന്നാവൂട്ടോ. അപ്പൊ നമ്മുടെ ചെമ്മീൻ നമ്മൾ അതിന്റെ ഉപ്പും മുളക് പൊടിയും എല്ലാം ഇട്ട് നമ്മൾ അടുപ്പ് വെച്ചിട്ടുണ്ട്. അത് വേവുമ്പോഴത്തേക്ക് 2 കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഒന്ന്, നമ്മൾ തേങ്ങ അരയ്ക്കണം. 2, നമുക്ക് മാങ്ങ ചെത്തി പൂളണം. അപ്പൊ അങ്ങനെ മാങ്ങയും പച്ചമുളകും ഉണ്ട്. അപ്പൊ നമ്മൾ തേങ്ങ ആദ്യം അരയ്ക്കാൻ പോവാന്ന് പറഞ്ഞാൽ കരണ്ടിന്റെ കാര്യം അത് എപ്പോഴാ പോകുന്നതെന്ന് അറിയാനൊക്കെ നമ്മള് കഷ്ണം വേവിച്ച് വെച്ചോണ്ട് നോക്കി ഇരിക്കേണ്ടി. കല്ലിൽ അരയ്ക്കണം. കല്ലിൽ അരയ്ക്കാൻ കൈക്കൊക്കെ ഇപ്പൊ രാത്രിയാണ്. അവരരച്ച അരയത്തില്ല. ഞാൻ കപ്പയ്ക്കും ചക്കയ്ക്കൊക്കെയാണ് അരച്ചെടുക്കും. ഇതുപോലെ നന്നായിട്ട് പേസ്റ്റ് പോലെ അരക്കണ്ട. ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരയണം, നല്ല പോലെ. അപ്പൊ അത്രയും നന്നായിട്ട് അരയ്ക്കാൻ എനിക്കറിയാൻ പറ്റൂല. അപ്പൊ ഞാനിത് ഏതായാലും മിക്സി തന്നെ അരയ്ക്കാൻ പോവാണ്. 3-4 കൂട്ടം ചുമന്നുള്ളിയും കൊണ്ട് 5 ചുമന്നുള്ളി ചെറുതാ, അതും കൂടെ ഉള്ളു. അപ്പൊ നമുക്ക് വേറെ ഒന്നും ചേർക്കണ്ട, വേറെ ഒന്നും ചേർക്കാനുള്ളതൊക്കെ അതിൽ ചേർത്ത്. ഇതിന് നമുക്ക് തേങ്ങയും ഉള്ളിയും മാത്രം അരച്ചാൽ മതി. അപ്പൊ ഒരു മുറി തേങ്ങയും ഈ ഉള്ളിയും കൂടെ പേസ്റ്റ് ആക്കുക.
അപ്പൊ ഞാൻ ഞാനിത് അരയ്ക്കുമ്പോഴത്തേക്ക് അവൻ മാങ്ങ അത് തന്നെ ഞാനതാ പറയാൻ പറഞ്ഞത്. അമ്മ അത് അരയ്ക്കുമ്പോഴത്തേക്ക് ഞാൻ ഈ മാങ്ങ ചെത്തി വെക്കാം. അപ്പൊ നമ്മള് 2 മാങ്ങ തികച്ചെടുത്തില്ല, 1 മുറി മാങ്ങ അങ്ങ് വെച്ചിട്ടുണ്ട്. ചിലപ്പോ പുളി 1.5 മുറി മാങ്ങ എടുത്തോളൂ അല്ലെ. ചിലപ്പോ പുളി കൂടിപ്പോയെങ്കില് നമ്മള് തീർന്നത് ഇങ്ങനെയാണ് ഈ മാങ്ങ നമ്മള് വീടിനകത്താൻ തീർന്നത്. അപ്പൊ നമുക്കൊരു മാങ്ങയുടെ കഷ്ണമൊക്കെ എടുത്ത് തിന്നണം. അതിനാ ഇതിന്റെ ഈ മാങ്ങയുടെ കഷ്ണത്തിനൊക്കെയാണ് ഭയങ്കര രുചി. ചാറിന് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയായത്. എനിക്ക് കൊഴുവ ചാളയൊക്കെ നമ്മളിങ്ങനെ മാങ്ങ ഇട്ട് വെക്കുമ്പോൾ ഇതിന്റെ അത് മാങ്ങയൊക്കെ കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം. തേങ്ങ അരച്ചുണ്ടാക്കുന്ന അല്ലെ, മാങ്ങ കഷ്ണം പറക്കത്തിന് പ്രത്യേക രുചിയാണ്. മീനേക്കാളും എനിക്ക് ഇഷ്ടം അതാണ്. അങ്ങനെ നമ്മുടെ മാങ്ങ മൊത്തം നമ്മൾ അങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഒപ്പം എന്നെ വേണം അതിന്റെ കൂടെ പച്ചമുളകും കൂടെ ഇതിന്റെ കൂടെ അങ്ങ് കീറിട്ടാ മതി അല്ലേ. ജസ്റ്റ് വെറുതെ അങ്ങ് വട്ടത്തിൽ അല്ലേ, വട്ടത്തിലല്ല ഒന്ന് നീളത്തിൽ അല്ലെ. മാങ്ങ കഷ്ണത്തിന്റെ ഒക്കെ ഒരു രീതിയിൽ കീറി ഇടുന്നുണ്ട് നമ്മുടെ പച്ചമുളക്. മാങ്ങ ഇങ്ങനെ കാണുമ്പോഴേ, അതായത് മൂവണ്ട മാങ്ങയൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് ഈ വേനൽ സമയത്തൊക്കെ ഉപ്പും കൂട്ടി തിന്നാൻ നല്ല ടേസ്റ്റ് ആണ്. ഉപ്പും കൂട്ടി തിന്നാൻ അത് തന്നെ ഇച്ചിരി ചെനച്ച് തുടങ്ങുന്ന സമയത്ത് അല്ലേ. പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോ എന്തോരം ഞാനൊക്കെ കഴിക്കും. സ്കൂളല്ല, എന്റെ വീട്ടിൽ എന്തോരം മാങ്ങ ഉണ്ടായിരുന്നു. ഞങ്ങള് ചെനച്ച മാങ്ങ ഉപ്പ് കൂട്ടി വേറെ രുചിയായിന്. അപ്പൊ നമ്മുടെ കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിനകത്തോട്ട് ഈ മാങ്ങായും കൂടെ അങ്ങ് ഇടുവാണ്. മാങ്ങയും മുളകും കൂടെ ഇനി എന്നാ ചെയ്യണം, പതുക്കെ അടച്ചു വയ്ക്കാം. വീണ്ടും ഒന്നും കൂടെ ഇത് വേവണം അല്ലേ. നമ്മുടെ തേങ്ങയുടെ അരപ്പ് നമ്മളിത് ഇങ്ങനെ അരച്ച് നന്നായിട്ട് നല്ല പേസ്റ്റ് ആയിട്ട് നമ്മൾ ഉള്ളിയും തേങ്ങയുടെ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഇപ്പോഴല്ല പിന്നീടാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പൊ നമ്മുടെ മാങ്ങായും ചെമ്മീനും വേവും തമ്മിലൊക്കെ ഒരു പണിയും കൂടെ നമുക്ക് തീർക്കാനുണ്ട്. അതിന് കടുക് പൊട്ടിക്കാൻ ഉള്ളി നമുക്ക് പൊളിച്ചു വയ്ക്കാം. അതും കൂടെ ഉള്ളു പണി. അവിടെ ഉള്ളു പണി. അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്രിപ്പറേഷൻ മാത്രമേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് നമുക്ക് അതും കൂടെ റെഡിയാക്കി വെക്കാം അല്ലെ. അതുകൂടെ റെഡിയാക്കി ജോലിക്കൊക്കെ പോയിച്ച് വന്നവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെക്കാം. ഈസി അല്ലേ, ഈസി ആയിട്ട് ഉണ്ടാക്കാം. രാവിലത്തേക്കും എടുക്കാം. നമ്മുടെ കടുക് പൊട്ടിക്കാനുള്ള സാധനങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കടുക് പൊട്ടിക്കാൻ കൂടുതൽ സാധനങ്ങളൊന്നുമില്ല, വറ്റൽമുളകും ചുവന്നുള്ളിയും മാത്രമേ ഉള്ളൂ, ഒപ്പം കറിവേപ്പില. പിന്നെ നമ്മുടെ തേങ്ങ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കറിയിലേക്ക് ചാടാനായിട്ട് റെഡി ആയിട്ടിരിക്കുവാണ്. അപ്പൊ ഇനി നമുക്ക് ബാക്കി പ്രിപ്പറേഷനിലേക്ക് പോകാം. അപ്പൊ നമ്മുടെ പച്ചമുളകും ചുവന്നും പിന്നെ മാങ്ങയൊക്കെ വെന്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കറി വെന്തിട്ടുണ്ട്. ഞാൻ വാങ്ങി വെക്കുവാണ്. വാങ്ങി വെച്ച് കടുക് പൊട്ടിച്ചിട്ടാണ് ബാക്കി സാധനങ്ങൾ നമ്മൾ ചേർക്കാൻ പോകുന്നത്. ഇനി നമ്മൾ അടുപ്പ് വെച്ചിട്ടുള്ള ചീനിച്ചട്ടിയാണ്. കറി നമ്മുടെ മാറ്റി നമ്മൾ വട്ടക്കലത്തിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചത് ചൂടായിട്ട് നമ്മൾ കടുക് ഇടുവാണ് ഇതിനകത്ത്. അപ്പൊ കടുക് പൊട്ടി നമ്മൾ ചുവന്നുള്ളി ഇടുക. ചുവന്നുള്ളി മുളകും കൂടെ ഇട്ടിട്ടുണ്ട്. മുളകും കൂടെ മൂക്കിട്ട് കിട്ടണം നന്നായിട്ട്. അത് നമ്മൾ കടുക് പൊട്ടിക്കുന്ന രീതി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ കുറച്ച് പ്രിപ്പറേഷൻ കറിവേപ്പിലയും ഇടുക. ഓക്കെ. നമ്മുടെ തേങ്ങ അതേ നമ്മൾ ഇതുവരെ ചേർത്തിട്ടില്ല കേട്ടോ. ഇവിടെ മാറ്റി വെച്ചേക്കുവാണ് തേങ്ങ. അപ്പൊ നമ്മുടെ കടുക് പൊട്ടിച്ചത് നല്ലപോലെ മൂത്തിട്ടുണ്ട്. നമ്മളിനി അരച്ചു വെച്ചിരുന്ന തേങ്ങ അതിലോട്ട് നമ്മൾ ഇടുക. ആ തേങ്ങയുടെ വെള്ളം ഒന്ന് പറ്റിയിട്ട് തേങ്ങ ഒന്ന് വേവട്ടെ അതിനകത്ത് കിടന്നു. ചെറുതായിട്ടൊന്ന് പയ്യെ പച്ചക്കറി മാറ്റിയില്ലേ. അപ്പൊ നമുക്കിനി വേവിച്ച് വെച്ചേക്കുന്ന ഈ മാങ്ങായും പച്ചമുളകും ചെമ്മീനും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കാൻ കറി. കറി ഇനി ഇതിലേക്ക് ഡയറക്റ്റ് അങ്ങ് ഒഴിക്കും അല്ലേ. ഞാൻ ഒഴിക്കണമേ. ശകലമല്ല. ഓ ഒഴിക്കട്ടെ. കണ്ടോ നമ്മുടെ കറി അതിലേക്ക് ഒഴിച്ചു. ചെമ്മീനൊക്കെ ഇതിപ്പോ പൊങ്ങി കിടപ്പുണ്ട്. ഇപ്പൊ തന്നെ താഴും കേട്ടോ. അപ്പൊ നമ്മൾ ഈ പാത്രം കഴുകിയ വെള്ളം ജാറൊക്കെ കൂടെ കഴുകിയ വെള്ളവും കൂടെ നമ്മള് ഇച്ചിരി വെള്ളം കൂടെ വേണം അല്ലെ, അല്ലെങ്കിൽ കുറുകി പോകും കറി അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഈ കറി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യണം. ഇനി നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ഓർക്കണേ. അപ്പൊ അമ്മയുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. അമ്മയും ഞാനും കൂടിയാണ് വീഡിയോ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് തന്നെ എല്ലാം കൂടെ പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. കാരണം സ്വാഭാവികമായിട്ട് നമ്മൾ ഈ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാര്യങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേക്കും ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കും. ബുദ്ധിമുട്ടുണ്ട് അമ്മയ്ക്ക്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അങ്ങ് ഇന്ററാക്ട് ചെയ്ത് പറയുന്ന രീതിയാണെങ്കിൽ വലിയ കുഴപ്പമില്ല അല്ലേ. സ്വല്പം ഉപ്പും കൂടെ വേണം. ബാക്കി എല്ലാം ഉണ്ട്. പുളിയുണ്ട്, എരിവുണ്ട്, ബാക്കി എല്ലാം റെഡിയായി. നമ്മൾ ലാസ്റ്റ് ഉപ്പ് നോക്കിയിട്ട്
ഈ ഒരു സമയത്താണ് നമ്മൾ കുറച്ച് ഉപ്പ് കൂടി ചേർക്കുന്നത്. തിളക്കട്ടെ നീ. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊക്കെ ശ്രദ്ധിക്കുക, ആദ്യം നമ്മൾ കറിക്ക് എല്ലാം വേവിക്കാൻ വെക്കുന്ന സമയത്ത് മാക്സിമം ഉപ്പം ഇടാതിരിക്കുക അല്ലെ, കുറച്ച് കുറയ്ക്കുക. നമുക്ക് ആവശ്യത്തിന് ചേർക്കാം. അപ്പൊ ലാസ്റ്റ് നമുക്ക് എന്നിട്ട് ഇതിന്റെ അകത്ത് ഉപ്പ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഇനി എന്ത് തിളക്കണം, ഇത് തിളക്കട്ടെ, നന്നായിട്ട് തിളക്കണം. തിള വന്നു അല്ലെ, തിള വന്നു. എന്നാലും ഒന്നുകൂടെ തിളക്കട്ടെ, ഒന്നുകൂടെ തിളക്കട്ടെ. ഒന്നാമത് ഉണക്കല്ലയോ, കേടായി പോകും പെട്ടെന്ന്. തേങ്ങ അരച്ചുകൊണ്ട് പെട്ടെന്ന് നന്നായിട്ട് തിളച്ചില്ലെങ്കിൽ കേടായി പോകാൻ സാധ്യതയുണ്ട് ഈ കറി. കാരണം ഈ കറി ഇന്നത്തേക്ക് മാത്രമല്ല നാളത്തേക്കും ഇരിക്കുന്ന ഒരു കറിയാണിത് അല്ലെ. അതാണ് വൈകിട്ട് വെക്കുന്നത്, അതാണ് വൈകുന്നേരം വെക്കുന്നത്. അപ്പൊ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. കാരണം ഞാനിത് കട്ട് ചെയ്യാതെ കേട്ടോ നിങ്ങളെ കാണിച്ചു. എന്ന് വെച്ചാൽ ഒത്തിരി തിളക്കണം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒത്തിരി സമയം എന്ന് വിചാരിക്കുന്നത്, നമ്മള് ചീനിച്ചട്ടിയിൽ ഉണ്ടാക്കിക്കൊണ്ട് ഓഫ് ചെയ്തു, അപ്പൊ തന്നെ അതങ്ങ് തിള നിന്നു. ഇനി നമ്മൾ വീണ്ടും നമ്മുടെ ചട്ടിയിലേക്ക് അങ്ങ് ഒഴിച്ചു വെക്കുക അല്ലെ. അപ്പൊ ഇനി ചട്ടിക്കകത്തിരുന്നോളൂ. അപ്പൊ അത് നമ്മുടെ ചെമ്മീനും മാങ്ങയും കൂടെ ഉള്ള നാടൻ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് കറി കാണുമ്പോൾ ഇങ്ങനെ കോരി ഇങ്ങനെ ഇളക്കാനൊക്കെ ആയിട്ട് തോന്നും. പക്ഷെ ഒരിക്കലും നിങ്ങൾ കറി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇളക്കരുത് അല്ലെ. ഇങ്ങനെ കുത്തി നമ്മളിങ്ങനെ ഇളക്കാൻ പോലെ ഒന്നും കറികൾ ഇളക്കരുത്. കറിയൊക്കെ ഒരു സൈഡിൽ നിന്ന് വേണം എടുക്കാനായിട്ട് അല്ലെ. അപ്പൊ അത് അമ്മ പറഞ്ഞു തന്നിട്ടുള്ള ടിപ്പാണ്. അല്ലെ കറി പെട്ടെന്ന് കേടായി പോകും. അപ്പൊ നോക്കൂ, ഈ കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഉറപ്പായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കറികളൊക്കെ ആവശ്യം ഉണ്ടെങ്കിലോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഇന്നത്തെ എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം.